മെട്രിക്സസിലെ നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് ആണ് അടുത്ത പോർഷൻ. നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. കമ്മ്യൂട്ടേറ്റീവ് ലോ മീൻസ് അഡീഷൻ ആണെങ്കിൽ നമുക്കറിയാം എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. എയും ബിയും കൂടെ ആഡ് ചെയ്താൽ തിരിച്ച് ബിയും എയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിം ആയിരിക്കും. അണ്ടർസ്റ്റുഡ് ആണ്. ഇങ്ങനത്തെ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ ഇത് അഡീഷന്റെ കേസിൽ. ഇൻ കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് എ ബി ഈക്വൽ ടു ബി എ. 4 ഇൻറ്റു 3 ഈക്വൽ ടു 3 ഇൻറ്റു 4 12 റൈറ്റ്, ശരിയാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ പ്രൊഡക്റ്റിന്റെ കേസിലും കറക്റ്റാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് മെട്രിക്സസിന്റെ കേസിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ബി എന്ന് പറയുന്ന അനദർ മെട്രിക്സ് അത് തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് എ ബി മെട്രിക്സ്. ഈ പ്രൊഡക്റ്റ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ തിരിച്ച് ബി ഇൻറ്റു എ കണ്ടെത്തുന്നു. ആദ്യം ബി എഴുതി പിന്നെ എ എഴുതി ബി എ കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ദിസ് ഈസ് ദ നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സ് multiplication is not commutative. കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നില്ല എന്ത്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് എ ബി നോട്ട് ഈക്വൽ ടു ബി എ ബി ഒരിക്കലും എ ബി എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതേ മെട്രിക്സ് തന്നെ തിരിച്ച് നമ്മൾ ബി എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നില്ല മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് ദ നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ്. നമുക്ക് അതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാകും. എ ഈക്വൽ ടു 1 മൈനസ് 2 3 minus 4 2 5. Then b equal to 2 3 4 5 2 1. ഇതിൻ്റെ അകത്തുനിന്ന് എ ബിയും കണ്ടുപിടിക്കണം ബി എയും കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് സെയിം ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ നോൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം എ ബി കണ്ടുപിടിക്കണം, പിന്നെ ബി എ കണ്ടുപിടിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് എ ബിയുടെ ഓർഡർ എത്രയാണ്? എയുടെ ഓർഡർ എത്രയാണ്? എ എന്ന് പറയുന്നത് 2 റോ ഉണ്ട് 3 കോളം ഉണ്ട്. therefore 2/3. ബിയുടെ ഓർഡർ എത്രയാണ്? 3 കോളം ഉണ്ട് 2 റോയും ഉണ്ട്. 3 റോയും ഉണ്ട് 2 കോളം ഉണ്ട്. അപ്പം ഈ 3യും കൂടെ പോയി മിച്ചം എത്രയുണ്ട്? 2/2. അപ്പം എ ബി മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും? 2/2 ആയിരിക്കും. ആദ്യം നമുക്ക് എ ബി കണ്ടെത്താം. എ ബി കണ്ടെത്താൻ 1 മൈനസ് 2 3 മൈനസ് 4 2 5 ഇൻറ്റു 2 3 4 5 2 1. ആദ്യം ഈ റോ എടുക്കണം, ഈ കോളം എടുക്കണം ആണല്ലോ. ഈക്വൽ ടു അങ്ങനെ എഴുതാം. 1 ഇൻറ്റു 2 പ്ലസ് മൈനസ് 2 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 2. അടുത്തത് ഈ റോ എടുക്കണം, ഈ കോളം എടുക്കണം. 1 ഇൻറ്റു 3 പ്ലസ് മൈനസ് 2 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 1. ഇനി അടുത്തത് ഈ റോ എടുക്കണം, പിന്നെ ഈ കോളം എടുക്കണം. അപ്പം മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 2. അടുത്തത് ഈ റോ എടുക്കണം, ഈ കോളം എടുക്കണം. ദാറ്റ് ഈസ് മൈനസ് 4 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 5 പ്ലസ് 5 ഇൻറ്റു 1 ഈക്വൽ ടു എത്ര കിട്ടും? 2 മൈനസ് 8 പ്ലസ് 6 ഫസ്റ്റ് എലമെൻറ്റ്, 3 മൈനസ് 10 പ്ലസ് 3 മൈനസ് 8 പ്ലസ് 8 പ്ലസ് 10 minus 12 plus 10 plus
5 equal to 0 3 6 minus 4 ഇവിടെ എത്ര വരും 10 ഇവിടെ 15 3 this is the AB product AB എന്ന് പറഞ്ഞാൽ ഈ ആൻസർ കിട്ടും ഇനി നമുക്ക് BA കണ്ടെത്തണം BA AB എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഇതാണ് AB equal to 0 minus 4 10 3 ഇതാണ് AB എന്ന് പറഞ്ഞത് ഇതേ ആൻസർ തന്നെയാണോ BA കിട്ടുന്നതെന്ന് നോക്കുക അല്ലെങ്കിൽ നോൺ കമ്മ്യൂട്ടേറ്റീവ് രണ്ടും അതേപോലെ സെയിം ആണ് കിട്ടുന്നതെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല ഒരിക്കലും BA equal to B അത് എഴുതുക 2 3 4 5 2 1 ഇവിടെ എന്ത് എഴുതണം 1 minus 2 3 minus 4 2 5 ഇതിന്റെ ഓർഡർ എത്രയാണ് ബിയുടെ ഓർഡർ 3/2 ഇതിന്റെ ഓർഡർ 2/3 ഇപ്പം ഈ 2 ഉം ഇങ്ങോട്ട് പോകും ബിയുടെ ഓർഡർ എത്ര വരും 3/3 അപ്പം ബിയെ കിട്ടുന്നത് തന്നെ പ്രൊഡക്റ്റ് മാട്രിക്സ് കിട്ടുന്നത് തന്നെ എന്താണ് 3/3 ഓർഡറിലാണ് അതുകൊണ്ട് ഒരിക്കലും ഈ ആൻസർ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എത്രയാ വരുന്നതെന്ന് ഇത് ഇങ്ങനെ ഈ ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് മാട്രിക്സിലെ ഫസ്റ്റ് റോ കോളം then ഇങ്ങനെ എഴുതാം 2 into 1 plus 3 into minus 4 അടുത്തത് 2 into minus 2 plus 3 into 2 then 2 into 3 plus 3 into 5 ഇനി അടുത്തത് ഈ റോ ഇതിനെ ഓരോ കോളത്തിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം that is 4 into 1 plus 5 into minus 4 4 into 2 into minus 2 ആണ് 4 into minus 2 plus 5 into 2 4 into 3 plus 5 into 5 അടുത്തത് 2 into 1 plus 1 into minus 4 ഈ റോ ആദ്യം ഈ കോളം എടുത്തു നെക്സ്റ്റ് കോളം അടുത്ത കോളം അങ്ങനെ എടുത്തു പോകണം 2 into 1 plus 1 into minus 4 2 into minus 2 plus 1 into 2 then 2 into 3 plus 1 into 5 ആൻസർ എത്ര കിട്ടും 2 minus 12 minus 4 plus 6 6 plus 15 minus 8 plus 10 sorry 4 minus 20 ആണ് ഇവിടെ ഇവിടെ 4 minus 20 minus 8 plus 10 12 plus 25 2 minus 4 minus 4 plus 2 6 plus 5 equal to എത്ര കിട്ടും minus 10 2 21 minus 16 2 37 minus 2 11 ഇതാണ് ബിയെ നമുക്ക് കിട്ടുന്നത് അപ്പം എ ബിയും ബി എയും സെയിം ആണോ അല്ല therefore AB not equal to BA this is the known as the non-commutative property of the matrix multiplication നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയഗണൽ മെട്രിക്സ് നമുക്കറിയാം ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോയും ബാക്കിയെല്ലാം സീറോയും ആയിരിക്കും അതായത് ഇപ്പം 1 0 0 0 2 3 സോറി 0 2 0 0 0 3 ഇവിടെ ഈ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 2 3 ആണ് ഈ ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോയും ബാക്കിയെല്ലാം സീറോയും ആയിരിക്കുന്ന അവസ്ഥയാണ് ഡയഗണൽ മെട്രിക്സ് ഇങ്ങനെയുള്ള ഡയഗണൽ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് എ ബിയും ബിയും രണ്ട് മെട്രിക്സ് എടുത്തിട്ട് രണ്ട് ഡയഗണൽ മെട്രിക്സ് എടുത്തിട്ട് എ ബിയും ബി എയും കണ്ടെത്തിയാൽ എന്ത് നമുക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കാം ഒരു രണ്ട് ഡയഗണൽ മെട്രിക്സ് എടുക്കുകയാണ് എ ഈക്വൽ ടു 1 0 0
ബി ഈക്വൽ ടു 3 0 0 4. ഇത് രണ്ട് ഡയഗണൽ മെട്രിക്സസ് ആണ്. ഇതിന്റെ ഓർഡർ എത്രയാണ്? 2/2. ഇതിന്റെ ഓർഡർ 2/2. പ്രൊഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡറും 2/2. ദെൻ എങ്ങനെയാണ് പ്രൊഡക്റ്റ് മെട്രിക്സിന്റെ ഓർഡർ? ഈ രണ്ടെണ്ണം സെയിം ആണ് ആണല്ലോ. നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും സെയിം ആണ്. അത് അങ്ങ് കളഞ്ഞു ബാക്കി മിച്ചം വരുന്നത് ഈ 2 ഈ 2. അതാണ് 2/2 മെട്രിക്സ് കിട്ടിയത്. ഇത് നമുക്ക് എ ബി കണ്ടെത്താം. എ ബി ഈക്വൽ ടു 1 0 0 2 ഇൻറ്റു 3 0 0 4. മൾട്ടിപ്ലിക്കേഷൻ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 ഇൻറ്റു 3 പ്ലസ് 0 ഇൻറ്റു 0. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 4. ഇനി അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 0 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 0. ദെൻ സെക്കൻഡ് റോ സെക്കൻഡ് കോളം 0 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 4. ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കാം. 3 പ്ലസ് 0. അടുത്തത് 0 പ്ലസ് 0 0 പ്ലസ് 0 0 പ്ലസ് 8. ആൻസർ എ ബി എന്ന് പറഞ്ഞ് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് 3 0 0 8 ആണ്. ഇനി അതേപോലെ തന്നെ ബി എ കണ്ടെത്താം. ബി ഏതാണ്? 3 0 0 4. എ എന്ന് പറയുന്നത് 1 0 0 2. ഫസ്റ്റ് റോ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം. അപ്പം 3 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0. ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 3 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 2. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പം 0 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 0. ദെൻ സെക്കൻഡ് റോ സെക്കൻഡ് കോളം 0 ഇൻറ്റു 0 പ്ലസ് 4 ഇൻറ്റു 2 ഈക്വൽ ടു 3 പ്ലസ് 0 0 പ്ലസ് 0 0 പ്ലസ് 0 0 പ്ലസ് 8. ദെയർഫോർ ബി എ ഈക്വൽ ടു എന്ത് കിട്ടും? അപ്പം ബി എ ഈക്വൽ ടു 3 0 0 8. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? Multiplication of diagonal matrix of same order will be commutative. Multiplication of diagonal matrix. Multiplication of diagonal matrices of same order. Understood ആക്കണം. സെയിം ഓർഡർ മനസ്സിലാക്കേണ്ടത് രണ്ട് ഡയഗണൽ മെട്രിക്സിന്റെ ഓർഡറുകളും സെയിം ആയിരിക്കണം. അങ്ങനെ ആയിരുന്നാലേ എ ബിയും ബി എയും സെയിം ആവുള്ളൂ. സെയിം ഓർഡർ വിൽ ബി കമ്മ്യൂട്ടേറ്റീവ്. അല്ലാത്തതിന് കമ്മ്യൂട്ടേറ്റീവ് ആകില്ല. ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരു 2/2. ഇപ്പം എ എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് ഒരു 2/3 മെട്രിക്സ് ആണ്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് മെട്രിക്സ് എ ബിക്ക് നമുക്ക് എന്ത് കിട്ടും? എ ബി മെട്രിക്സിന്റെ ഓർഡർ 2/3 ആയിരിക്കും. ദെൻ ബി എ മെട്രിക്സിന്റെ ആൻസർ എന്ത് കിട്ടും? അപ്പം ബി എന്ന് പറയുന്നത് 2/3 ആയിരിക്കും. എ എന്ന് പറയുന്നത് 2/2 ആയിരിക്കും. അപ്പം 2/2 ആയിരിക്കും. അപ്പം ബി എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് രണ്ടും സെയിം ഓർഡർ ആണെങ്കിൽ മാത്രം, എയും ബിയും സെയിം ഓർഡർ ആയിരിക്കുകയും ചെയ്യണം. പിന്നെ എന്തായിരിക്കണം? ഡയഗണൽ മെട്രിക്സും ആയിരുന്നാൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സാധ്യമാകുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകുള്ളൂ. ഡയഗണൽ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. എങ്ങനെയായിരിക്കുമ്പോൾ രണ്ട് ഡയഗണൽ മെട്രിക്സിന്റെ ഓർഡറും സെയിം ആയിരിക്കുന്ന അവസ്ഥയിൽ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡയഗണൽ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ വിൽ ബി കമ്മ്യൂട്ടേറ്റീവ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതെന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണ്. 2/2 ഡയഗണൽ മെട്രിക്സ് ആണ്. 2/2 ഡയഗണൽ മെട്രിക്സ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് അതും ഒരു 2/2 ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതിൽ എയും ബിയും സെയിം ഓർഡർ ആണ്. 2/2
2/2. അപ്പം എ ബി കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/2 ആയിരിക്കും. ദെൻ അടുത്ത മെട്രിക്സ് എയും ബിയും. ബിയും എയും. ബി എ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് കമ്മ്യൂട്ടേറ്റീവ് ലോ കണ്ടെത്താൻ വേണ്ടി. അതും 2/2. അപ്പം ഇത് പോകും, മിച്ചം വരുന്ന 2/2. അപ്പം ബി എ മെട്രിക്സും 2/2 ആയിരിക്കും. അപ്പം ഇങ്ങനെ സെയിം ഓർഡർ ആയിരിക്കുന്ന എയും ബിയും സെയിം ഓർഡർ ആയിരുന്ന ഡയഗണൽ മെട്രിക്സ് തന്നിട്ട് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണോ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യും. എ ബി ഈക്വൽ ടു ബി എ. നേരെ മറിച്ച് ഈ ഡയഗണൽ മെട്രിക്സിന് സെയിം ഓർഡർ അല്ല. എ എന്ന് പറയുന്നത് ഇപ്പം 2/3, ബി എന്ന് പറയുന്നത് ഒരു 3/2 മെട്രിക്സുമാണ്. രണ്ടും സെയിം ഓർഡർ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി മെട്രിക്സ് എന്ത് കിട്ടും? എ ബി മെട്രിക്സ് ഈസ് 2/2 ആണല്ലോ. ഇനി അടുത്തത് ബി എ മെട്രിക്സ്. അപ്പം ബി എന്ന് പറയുന്നത് 3/2, എ എന്ന് പറയുന്നത് 2/3. അപ്പം ബി എ എത്ര കിട്ടും? 3/3 മെട്രിക്സ് ആയിരിക്കും ആണല്ലോ. അപ്പം എ ബിയും ബി എയും സെയിം ആണോ? അല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. അപ്പം ഡയഗണൽ മെട്രിക്സ് ആണെങ്കിലും സെയിം ഓർഡർ ആയിരുന്നാൽ മാത്രമേ കമ്മ്യൂട്ടേറ്റീവ് ആവുള്ളൂ. ഓർഡറുകൾ രണ്ട് മെട്രിക്സും തമ്മിലുള്ള ഓർഡറുകൾ ഡിഫറെന്റ് ആയിരുന്നാൽ എപ്പോഴും എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യൂല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകുന്നത് ഒരേ ഒരു അവസ്ഥയെ മാത്രമേ ഉള്ളൂ. ഡയഗണൽ മെട്രിക്സിൽ സെയിം ഓർഡർ വരുന്ന എയും ബിയും രണ്ട് പ്രൊഡക്റ്റ് മെട്രിക്സ് കാണേണ്ട ഡയഗണൽ മെട്രിക്സ് രണ്ടും സെയിം ഓർഡർ ആയിരുന്നാൽ മാത്രമേ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കത്തുള്ളൂ.